അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്ത് പുതിയ കാലത്തിനൊത്ത ക്രമീകരണങ്ങൾ ഉണ്ടാക്കാൻ കിഫ്ബി സഹായകരമായിരുന്നുവെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ബഹുദൂരം മുന്നോട്ടു പോകാൻ കിഫ്ബി വഴി സാധിച്ചതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിഫ്ബി വഴി വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കോടികളുടെ പദ്ധതികൾ കിഫ്ബി വഴി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ 1847.36 കോടി രൂപയുടെ 62 പദ്ധതികളാണ് കേരള സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുള്ളത്. ഏറ്റവും മികവാർന്ന സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയ അക്കാഡമിക് ബ്ലോക്കുകളും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറി കോംപ്ലക്സുകളും മോഡേണൈസ്ഡായ ലൈബ്രറികളുമെല്ലാം നമ്മുടെ സർവകലാശാലകളിലും ഗവൺമെൻറ് കലാലയങ്ങളിലും സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചു. സർവകലാശാലകളിലും കലാലയങ്ങളിലും നവീകരിച്ച ലൈബ്രറികൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദേശീയവും അന്തർദേശീയവുമായ ഗുണനിലവാര പരിശോധനകളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പാകത്തിൽ സർവതലസ്പർശിയായ വിധത്തിൽ വളർന്നു എന്നുള്ളതിൽ കിഫ്ബിക്ക് കാര്യമായ നിലയിൽ പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. നാക് അക്രഡിറ്റേഷനിലും NIRF റാങ്കിങ്ങിലും ടൈംസ് QS തുടങ്ങിയ അന്തർദേശീയ റാങ്കിങ്ങിലുമെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യമാകുന്ന നിലയിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യ വിപുലീകരണ മേഖലയിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ കിഫ്ബി സഹായകരമായിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകളിലെ പരീക്ഷണശാലകളെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളാക്കി മാറ്റാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ നേട്ടം തന്നെയാണ്. കേരള സർവകലാശാലയിലെ സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റീസ്, MG യൂണിവേഴ്സിറ്റിയിലെ ഇന്നൊവേഷൻ സെൻറ്റർ തുടങ്ങിയവ പ്രത്യേക പരാമർശം അർഹിക്കുന്ന കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. കുസാറ്റിന് 250 കോടിയിൽ പരം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ലാബ് കോംപ്ലക്സുകളുമായി ബന്ധപ്പെട്ട് നൽകാൻ സാധിച്ചിട്ടുള്ളത്.